എടുക്കുന്ന പ്രൈസിൽ പെട്ടെന്നൊരു റിസ്കി ട്രേഡാണ്. ഇതിന് 430 ഈ ക്യാൻഡിൽ ചെറുതായിട്ട് റെഡ് ആയാൽ പോലും നമുക്കിത് SL അടിക്കും. കാരണം ആ ട്രേഡ് വളരെ കുഞ്ഞു ട്രേഡാണ്. ഈ ഒരു അടിച്ചു യെസ് അടിച്ചു യെസ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു PE അപ്പുറത്ത് വേറൊരു പൊസിഷൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ നൈസായിട്ട് പ്രോഫിറ്റിൽ ഒഴിവാക്കുവാണ്. ഒരു സെക്കൻഡ് ഒന്ന് കയറിക്കോട്ടെ ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ യെസ്, അത്യാവശ്യ ലെവലെത്തി 91. ഓക്കെ, മതിയോ? ഇനി കുഴപ്പമില്ല, ഞാൻ ഒഴിവാക്കി. എൻ്റെ കയ്യിൽ വരുന്നത് ഇപ്പർ സൈഡിലത്തെ പൊസിഷനാണ്. ഇത് ഇവിടെ 244 റേഞ്ചിലെത്തത് 280-90 വരെ പോയിട്ടുണ്ട്. എവിടെ ഒഴിവാക്കിയെന്ന് എനിക്ക് അറിയില്ല. ഇത് ഓൾമോസ്റ്റ് 88 കണ്ടപ്പോൾ ഞാൻ അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, ഒരു റിസ്കി ട്രേഡാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തു, പെട്ടെന്ന് അങ്ങ് കൊടുക്കേണ്ടി വന്നു. കംപ്ലീറ്റ്ലി കുഞ്ഞു ക്വാണ്ടിറ്റി, അതുകൊണ്ട് തന്നെ ഒന്നുമില്ല, 2 ക്വാണ്ടിറ്റി ഞാൻ അതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളൂ. പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. സാധാരണ 4 to 8 ക്വാണ്ടിറ്റി എടുക്കുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടു. ഇപ്പർ സൈഡിൽ എനിക്ക് വേറൊരു പൊസിഷൻ ഉണ്ടായിരുന്നു, കാബ്ര എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. അതിനെ ഞങ്ങൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതിലാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ പൊസിഷൻ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിനിടയിൽ എനിക്കത് പേഴ്സണലി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തന്നാൽ അവിടെ എവിടെയെങ്കിലും ഒരു എൻട്രി നിങ്ങൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ ട്രേഡ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു പോയിട്ടുണ്ട്. സോ ഒറ്റ സെക്കൻഡ് അത്രേ ഉള്ളൂ. കാരണം അതിൻ്റെ അകത്ത് ഒരു മൊമെന്റ് പെട്ടെന്നൊരു കറക്ഷന്റെ ഒരു സംഭവം അവിടെ നിൽപ്പുണ്ടായിരുന്നു. വന്നു, എന്താണ് നമ്മുടെ കറക്റ്റ് ലൈന് നമ്പർ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ആക്ഷൻ കണ്ടില്ല എന്ന് പറയരുത്. ഇതിനേക്കാളും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു തരുന്ന വളരെ റെയർ മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇത് വന്ന് ഹിറ്റ് ചെയ്തു, അതുപോലെ തിരിച്ച് കയറി പോയിട്ടുണ്ട്. റീടെസ്റ്റ് ഒക്കെ വളരെ ഷാർപ്പായിരുന്നു. സോ സേഫ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് അതിനകത്ത് പെട്ടെന്ന് വരാം, പെട്ടെന്ന് ഇറങ്ങിപ്പോകാം. വലിയ ലാഭം ഒന്നും കിട്ടിയില്ല. ഓൾമോസ്റ്റ് ഒരു 244 88 എന്ന് പറയുമ്പോൾ 44 പോയിന്റ് 88 പോയിന്റ് എടുത്തിട്ടുള്ളൂ. 100 പോയിന്റ് പോലും ഇല്ല, 1500 പോലും കിട്ടിയിട്ടില്ല. സോ ചെറിയൊരു ട്രേഡ്, റിസ്കി ട്രേഡ്. അതുകൊണ്ട് ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രേഡ് ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്യാൻഡിൽ റെഡ് ആയി കഴിഞ്ഞാൽ SL അടിച്ചു പോകും, വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. ഒരു 10 പോയിന്റ് SL, ഒരു 40 പോയിന്റ് ഇതിൽ 30 പോയിന്റ് ഉദ്ദേശിച്ചുള്ളൂ. പെട്ടെന്ന് കയറി പോയപ്പോൾ മാനുവലി സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ 44 പോയിന്റ് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ആലോചിച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം റീടെസ്റ്റ് ട്രേഡാണ്. ഇത് ഈ നിൽക്കുന്നുണ്ട്. ഇപ്പൊ പ്രൈസ് ഇറങ്ങി വന്ന് ഈ ഒരു ഇതിനെ ഞാൻ വിടുവാണ്. നമ്മുടെ ഒരു വലിയൊരു ട്രേഡിന്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. യെസ്, എവിടെ നിന്നാണ് 364 നിന്ന് ഏകദേശം 460 എന്ന് പറയുന്ന ഒരു മാന്യമായിട്ടുള്ള ഒരു ട്രേഡ്. ഇത് ഇനി ഒരു റീടെസ്റ്റ് ട്രേഡാണ്. നോക്കട്ടെ, റീടെസ്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. റിസ്കി ആണ്, നോക്കാം ഈ ഒരു ട്രേഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു റീടെസ്റ്റ് ട്രേഡ് ആയിട്ട് വീണ്ടും എടുക്കാം. ഇത് ഓൾറെഡി ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഞാനും പേഴ്സണലി പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് എടുത്ത ക്വാണ്ടിറ്റി ഇച്ചിരി കൂടിപ്പോയി, കുഴപ്പമില്ല. ഇച്ചിരി ക്വാണ്ടിറ്റി കൂടിപ്പോയി, കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, സെല്ല് ആദ്യം എൻ്റെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഞാനവിടെ സ്ക്വയർ ഓഫ് ചെയ്യുകയാണ്, ചെറിയൊരു ലാഭത്തിന്. വരട്ടെ. ഓക്കെ, 77. ഞാൻ ട്രേഡ് പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഞാനൊന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തോട്ടെ. 82, 83.
ഓക്കെ, ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് പറക്കും, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, 90 ഓക്കെ, കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്ന ട്രേഡ് ഇതല്ല, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം എടുത്തതാണ്. ഓക്കെ, ഇവിടുത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 404 നിന്ന് ഓൾമോസ്റ്റ് 445 വരെ ഇത് പോയിട്ടുണ്ട്. ഒരു 40 പോയിന്റ് വീണ്ടും രണ്ടാമത്തെ സ്കാൽപ്പിംഗ് പോയിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങാനും ട്രിഗർ ആയാൽ ഇത് വലിയൊരു ഫോളിലേക്ക് പോകും. ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ വേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ചെറിയൊരു ട്രേഡാണ്. സോ ഞാൻ എന്നെ ബുക്ക് ചെയ്തു, പേഴ്സണലി കുറച്ച് ബുക്ക് ചെയ്തു. ഇനി ഒരു കുറച്ച് ക്വാണ്ടിറ്റി കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പറഞ്ഞു തരാനുള്ള ആ ട്രേഡിനെ തിരിച്ച് ഇതിലേക്ക് കോപ്പി ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഞാൻ ഡ്രാഗ് ചെയ്യാം, ഒരു സെക്കൻഡ്. ഓക്കെ, ഇതാണ് കയ്യിലിരിക്കുന്ന ട്രേഡ്, സെയിം ട്രേഡ്. അതൊരു ഇച്ചിരി റിസ്കിയാണ്. ഈ ക്യാൻഡിൽ എങ്ങാനും റെഡിലേക്ക് പോയാൽ ഞാൻ ഇതിനെ പേഴ്സണലി ഒഴിവാക്കേണ്ടി വരും. 70 ഞാനൊരു ട്രെയിലിംഗ് SLI വെക്കുവാണ്. 76 ഓക്കെ, ഞാൻ അതിനെ ഒഴിവാക്കുവാണ്. റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എടുത്ത ട്രേഡ് 268 നേരത്തെ ട്രേഡ് എടുത്തു. ഓൾമോസ്റ്റ് 288 റേഞ്ചിൽ ഞാൻ അതിനെ ഒഴിവാക്കി. തിരിച്ച് വീണ്ടും വന്നപ്പോൾ 270 എത്തിയപ്പോഴേക്കും ബൈയിങ് പ്രൈസിൽ ₹1 പ്രോഫിറ്റിൽ എത്തിയപ്പോൾ തിരിച്ച് വീണ്ടും ആ പൊസിഷനെ സ്ക്വയർ ഓഫ് ചെയ്തു. ഒരു 4 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ എനിക്ക് റിസ്കി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ട്രേഡിനെ ഒഴിവാക്കി. അവസാനത്തെ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 270 എന്നുള്ളൊരു പ്രൈസിന് സെൽ ഓഫ് ചെയ്തു പോയി. കാരണം ഇതെങ്ങാനും പാനിക് ആയി പോയി കഴിഞ്ഞാൽ ഇവൻ ഒരു ഫ്ലാഗ് വെച്ചിട്ട്, സി സൈഡാണ്, ഫ്ലാഗ് വെച്ചിട്ട് ഇവൻ കയറി പോവുകയും ചെയ്യും. ഈ പ്രീമിയം ഒറ്റയടിക്ക് ഇടിയുകയും ചെയ്യും. ഈ 240 താഴേക്ക് പോവുകയും ചെയ്യും. റിസ്ക് എടുക്കണ്ട എന്നുള്ളത് വെച്ചിട്ട്, ഇത് കയറി പോകത്തില്ല എന്നുള്ളതല്ല, റിസ്ക് എടുക്കണ്ട എന്ന് വെച്ചിട്ട് പേഴ്സണലി എടുത്താണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇത്രയും ദിവസം ഹാർഡ് വർക്ക് ചെയ്യുന്ന കാശ് ഒറ്റ ട്രേഡിൽ നിന്നും മിസ് ചെയ്യാൻ പാടില്ല. സോ ആ ട്രേഡിന് പ്രോഫിറ്റ് ഹാഫ് ആയിട്ട് ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ഇത് നേരത്തെ വന്നപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഇതിനൊരു 448 റേഞ്ചിലെത്തിയപ്പോൾ ആദ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അതാണ് ഇപ്പർ സൈഡിൽ 290 എത്തിയിട്ടുണ്ടായിരുന്നു. ആ 290 അതിനെ ബുക്ക് ചെയ്തത്. ഇപ്പൊ അത് പറക്കുവാണ്, കുഴപ്പമില്ല. 294 എത്തി. 288 അവിടെ ഒഴിവാക്കേണ്ടി വന്നത്. സോ ഇതിനെ കംപ്ലീറ്റ്ലി മാറ്റാം. ഇത് നമ്മുടെ ഇവിടെ ലൈവില് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഒന്നുമില്ല, റെസിസ്റ്റൻസ് എത്തിയപ്പോൾ നമ്മൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തതിന്റെ ഫസ്റ്റും സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് അത് അവിടെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൺസോൾട്ടേഷന്റെ റേഞ്ചിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കും. വീണ്ടും തിരിച്ച് എൻട്രി എടുക്കുമ്പോൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പോയി അത് ഏകദേശം നല്ലൊരു ടാർഗറ്റ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്ത ട്രേഡിന് നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 300+ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? 300+ വന്നിട്ടുണ്ട്. നമ്മളത് ഒരു 288, 294, 93 വരെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ 288 അതിനെ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വന്നു. കാരണം റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ. തിരിച്ചത് 254 വരെയൊക്കെ താഴെ പോയി. അത് അത്രയും താഴെ പോകാൻ പാടില്ല. നമ്മൾ എടുത്തൊരു പ്രീമിയം അത്രയും താഴെ പോകാൻ പാടില്ല. സോ നമ്മുടെ ബൈയിങ് പ്രൈസിന്റെ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എന്താണ്, ബ്രോക്കറേജ് എന്നുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-40 രൂപ നമ്മൾ കൊടുക്കുന്ന പോലെയല്ല. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 268 നിന്ന് 54 വരെ വന്നപ്പോൾ ഏകദേശം അവിടെ ഒരു 300 രൂപയുടെ ലോസ് കാണിച്ചിരിക്കണം ഒരു ലോട്ടിന്, പെർ ലോട്ടിന് അല്ലെ. 68 നിന്ന് 54 വരുമ്പോഴേക്കും 300 അല്ല, ഓൾമോസ്റ്റ് 240 റുപ്പീസിന്റെ ഒരു ലോസ് കാണിച്ചിരിക്കണം. സോ ആ ഒരു ലോസ് ആക്ച്വലി എടുക്കണം എന്നില്ല. ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പ്രീമിയം ബുള്ളിഷ് ആയിട്ട് പോകുമ്പോൾ തന്നെ ട്രേഡ് എടുക്കുക. തിരിച്ച് വീണ്ടും ഇത് ബുള്ളിഷ് ആവാൻ പോവാണ് അല്ലെ. നമുക്ക് റിസ്ക് എടുക്കണമെങ്കിൽ റിസ്ക് എടുക്കാം. ഞാൻ ഈ ട്രേഡ് വീണ്ടും എടുക്കില്ല. 2 പ്രാവശ്യം ട്രേഡ് എടുത്തു. അതിൻ്റെ അകത്ത് നിന്ന് കുഴപ്പമില്ലാത്തൊരു ട്രേഡ്. ഓക്കെ, ഇതേ സംഭവം പക്ഷെ വന്നിട്ടില്ല. ഈ ഒരു ട്രേഡ് വീണ്ടും ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു പ്രൈസിലായിരിക്കും. ഓക്കെ, ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ട് 300ന്റെ മേളിൽ വന്ന ഒരു 304ന്റെ മേളിലാണെങ്കിൽ നമുക്കിതിനെ ഒരു എൻട്രി പ്രൈസ് ആയിട്ട് നമുക്ക് ഇതിനെ കൂട്ടാം. എന്നിട്ട് ഈ ക്യാൻഡിലല്ലോ തൽക്കാലത്തേക്ക് അതിന്റെ SL ആയിട്ട് വയ്ക്കാം. വൈഡ് SL ആണ്. ഓക്കെ,
എന്നിട്ട് ഇവിടെ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്കിത് അറിയാൻ പറ്റും. ഇതൊരു ഫ്ലാഗ് പോലത്തെ ഒരു സംഭവമാണെങ്കിലും വീക്ക് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെ റിസ്കിയാണ്. ഈ ഫ്ലാഗിന്റെ ലോയിൽ തട്ടി വീണ്ടും ഇത് തിരിച്ചാണ് കയറുന്നതെങ്കിൽ നമ്മുടെ ഈ ട്രേഡ് SL അടിക്കും. ഇല്ല, ഇത് സഡൻ ആയിട്ടൊരു ഫോള് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ വീഴാനുള്ള പോസിബിലിറ്റി. ഇവിടെ കയറുവാണ് കേട്ടോ. നോക്കട്ടെ, പ്രസന്റ് പൊസിഷൻ എടുക്കാൻ പറ്റുന്ന, ആക്ച്വലി ഇവിടെ നിന്നിട്ട് പൊസിഷൻ എടുക്കാൻ പറ്റത്തില്ല. വിഴുന്നിട്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പൊസിഷനിലേക്ക് കയറാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. റിസ്ക് എടുക്കാം, കുഴപ്പമില്ല. എങ്കിലും ഓക്കെ, നോക്കാം. ഒരു റീടെസ്റ്റ് ആണത്. ഓക്കെ, റിസ്കി ആയിട്ടുള്ളൊരു റീടെസ്റ്റ് ആണ്. നോക്കാം. ഈ ട്രേഡ് തന്നെ കിടന്നോട്ടെ, ഞാൻ ജസ്റ്റ് അവിടെ എടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു അറിവിന് വേണ്ടി ഞാൻ എടുത്തതാണ്. ഓക്കെ, പോർട്ട്ഫോളിയോ പ്രോഫിറ്റ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ടൈറ്റ് ആയിട്ടാണ് അതിൻ്റെ അകത്ത് SL കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. എൻ്റെ ആദ്യത്തെ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. 300 രൂപയ്ക്ക് മേടിച്ചു. എന്നിട്ട് 325 എത്തിയപ്പോൾ, ആദ്യം ഈ ക്യാൻഡിൽ 325 എത്തിയപ്പോൾ ഞാൻ ആദ്യത്തെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. രണ്ടാമത്തെ പൊസിഷൻ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. സെല്ല് കൊടുക്കാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുക. മാർക്കറ്റിൽ കൊടുക്കുന്നില്ല. ഞാനൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഇടാൻ പോവാണ്. സ്റ്റോപ്പ് ലോസ് ഇപ്പൊ കയറിയതിൽ നിന്ന് ഓൾമോസ്റ്റ് ഇത് ഇപ്പോഴും സ്റ്റിൽ ഓക്കെ ആണ് കേട്ടോ. ഈ ട്രേഡ് വീണ്ടും വീഴാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും ഈ ഒരു സ്ഥലത്ത് തട്ടുന്നുണ്ട്, കുഴപ്പമില്ല, വീഴാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഹയർ കാണിക്കുന്നത്. പക്ഷെ ഈ കയറിയ ബുള്ളിഷ്നെസ് കംപ്ലീറ്റ്ലി ഇന്നും ഡ്രെയിൻ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇത് മിക്കവാറും സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 330, 331. ഓക്കെ, ഞാന് ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കും ഇതിനെ. 330 വീണ്ടും കണ്ടു, 31. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മതി. ലൈവിൽ കാണിക്കണമെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് കാണിക്കണതാണ് നല്ലതെന്ന് തോന്നുന്നു. അത് പറക്കട്ടെ. ഞാൻ ഈ ഒരു ക്യാൻഡിൽ 332 അത് ഒഴിവായി കാണും. ഓക്കെ, പോട്ടെ, അത് കുഴപ്പമില്ല. കണ്ടോ, അത് പോയി. കാരണം റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം മാന്യമായിട്ട് നല്ലൊരു നമ്പർ ഓൾറെഡി 5 ട്രേഡിന്റെ അകത്ത് നിന്ന് കിട്ടി. അപ്പോൾ ഇനി അതിനകത്ത് റിസ്ക് 5 4 ട്രേഡ് ആയല്ലേ, 4 ട്രേഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് എന്ത് നമ്മൾ കാശുണ്ടാക്കിയാലും ഈ കാശ് ഇന്ന് വീട്ടിൽ കൊണ്ടുപോകുക. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഉള്ള തിങ്. മാർക്കറ്റിൽ ട്രേഡ് ട്രിഗർ ചെയ്യുമ്പോൾ എല്ലാ ട്രേഡും നമുക്ക് എടുക്കണം എന്ന് നിർബന്ധമില്ല. നല്ല ട്രേഡ് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ, മറ്റേ ട്രേഡ് പോയത് കണ്ടോ, 396 ഓൾമോസ്റ്റ് 525 അല്ലേ ഈ ട്രേഡ്. ഇതിലൊരു പ്രശ്നം എന്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്. ഈ ബുള്ളിഷ് മാർക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത് ഇപ്പൊ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇവിടെ ഒരു യു ഷേപ്പ് കർവ് വന്നല്ലേ, ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു യു ഷേപ്പ് കർവ് ഇവിടെ ചെറിയ രീതിക്ക് യു ഷേപ്പ് കർവ് വരുന്നുണ്ട്. ആ ഫുൾ കർവ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ പോയ ട്രെൻഡിനെ ഒരു പരിധി വരെ, ഒറ്റ കാര്യമുള്ളൂ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഞാൻ ട്രേഡ് എന്നുള്ള ഒരു സംഭവത്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ചുകൂടെ ഞാൻ 15 മിനിറ്റിലോട്ട് മാറ്റി, നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചാർട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് മാർക്കറ്റിന്റെ ഒരു സെക്കൻഡ്, ഒരുപാട് ലൈൻസ് ഉണ്ട്. ഐ എം സോ സോറി, ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് അത് മാറ്റാൻ പറ്റത്തില്ല. സോ മാർക്കറ്റ് കാണുന്നുണ്ട്, ഇവിടെ ഒരുപാട് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവിടെ ഒരു ബെയറിഷ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീഴുന്നതാ. ഇതിനുശേഷം അടുത്ത ലെവലായിട്ടുള്ള 49,800 വരെ വന്നിട്ട് തിരിച്ച് വീണ്ടും 50,000 51,000 വരെ ഇത് കയറിപ്പോയി. തിരിച്ച് വീണ്ടും ഇതേ ഏരിയയിൽ വന്ന് 49,800 തിരിച്ച് വീണ്ടും ടച്ച് ചെയ്തിട്ട് ഇത് വീണ്ടും 59,960. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ഹയർ പ്രോബബിലിറ്റി